അടിപൊളി മഴയാണ് മക്കളെ. വെളിയിൽ നല്ല സൂപ്പർ മഴ പെയ്യുന്നുണ്ട്. മാന്തൽ വെട്ടാൻ പോകണം കേട്ടോ. മാന്തൽ വെട്ടിയിട്ട് ഒരു മത്തി വെട്ടി കാണിക്കാം കേട്ടോ. മുമ്പ് ഈ അമ്മ വീഡിയോ എടുത്തപ്പോൾ വീഡിയോ എടുത്തപ്പോൾ നമ്മുടെ കൈയായിരുന്നു. മാന്തൽ വെട്ടി ഒരു മത്തി വെട്ടിട്ടെ. പിന്നെ നല്ലൊരു മത്തി എനിക്കിഷ്ടമായിട്ടോ. നമ്മൾ അവിടെ ആയിരുന്നപ്പോഴും നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയി മത്തി മേടിക്കത്തില്ലായിരുന്നോ? അപ്പം നല്ല പരിഞ്ഞിലുള്ള മത്തി മേടിക്കേ. അപ്പോൾ പരിഞ്ഞിലുള്ള മത്തി മേടിച്ചാൽ എന്താണെന്നറിയോ, നമ്മൾ അവിടെ വെട്ടാൻ കൊടുക്കില്ല. കാരണം അവരാ പരിഞ്ഞിലങ്ങ് എടുക്കും. നമ്മൾ അവിടെ വെച്ച് മത്തി മേടിച്ചേ നമ്മൾ വെട്ടാൻ കൊടുക്കത്തില്ല. നമ്മൾ തന്നെ വെട്ടുവാണെങ്കിൽ നമുക്ക് ആ പരിഞ്ഞിലൊക്കെ കിട്ടും. അവരാ വെട്ടുന്നെങ്കിൽ അവരാ പരിഞ്ഞിൽ മൊത്തം എടുക്കും. അതുകൊണ്ട് മത്തിയൊക്കെ മേടിച്ചാൽ മാക്സിമം പരിഞ്ഞിലുള്ള മത്തിയാണെങ്കിൽ നമ്മൾ തന്നെ വെട്ടും. ചില ഷോപ്പുകാർ പറയും കേട്ടോ, നിങ്ങൾ വെട്ടാൻ കൊടുക്കണ്ട ഇങ്ങനെ. ചിലർ പറയില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. എൻ്റെ പരിഞ്ഞിൽ, അയ്യോ പരിഞ്ഞിൽ ഞാൻ കാണിച്ചോ. നമ്മൾ വെട്ടിയ മീനൊക്കെ കണ്ടോ. ഒരു മാന്തളും കൂടെ വെട്ടി കാണിക്കാം. മാന്തൾ വെട്ടുമ്പോൾ ഇങ്ങനെ വെട്ടി ഇങ്ങനെ രണ്ട് സൈഡ് വെട്ടി ഇങ്ങനെ ഇതിൻ്റെ തൊലിൽ ഇങ്ങനെ എടുക്കാം. അങ്ങനെ നല്ല സ്മൂത്തായിട്ട് ഇരിഞ്ഞ് വരും. അമ്മയെക്കൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ എടുപ്പിക്കുന്നത്. അതിൻ്റെ ചില പോരായ്മകളുണ്ട് ഇല്ലേ അമ്മേ? അമ്മ കൈയൊക്കെ അവിടെ ഇവിടെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അച്ഛൻ എന്നെ കിട്ടില്ല സ്റ്റുഡിയോയിൽ. അച്ഛൻ വിടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? ഇതൊക്കെ മക്കൾ പഠിപ്പിക്കും. ഞങ്ങൾക്കറിയാൻ വയ്യാത്തതല്ല, എൻ്റെ മക്കൾ പഠിപ്പിക്കുന്നുണ്ട്. മാന്തൽ വെട്ടാൻ എൻ്റെ മോളാണ് ഇപ്പോൾ എന്നെ പഠിപ്പിക്കുന്നത്. അതെ അതെ, ചെറുപ്പത്തിൽ ഇവർ വായു ഭക്ഷിച്ചത്. ചെറുപ്പത്തിലേ ഞാൻ എല്ലാം ജോലിയും ചെയ്യുമായിരുന്നു കേട്ടോ. ചെയ്തില്ലായിരുന്നു അമ്മേ? സത്യമായിട്ടും ചെയ്യുമായിരുന്നു. ഞാൻ എല്ലാം ചെയ്തു. ഭീഷണിപ്പെടുത്തി പറയിക്കുമല്ലോ കേട്ടോ. ശരിക്കും ഞാൻ എല്ലാ ജോലിയും എനിക്കറിയായിരുന്നു. നല്ല മീനും ഒക്കെ ഞാൻ വരുമ്പോഴത്തേക്ക് എല്ലാം ചെയ്ത് വെക്കും. ഞാൻ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. പണ്ടൊക്കെ ഇവർ പറയുമായിരുന്നേ, എന്നെ കാണിക്കാൻ പറയട്ടെ. പണ്ട് പറയും പഠിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, നമുക്ക് ജോലിക്ക് അങ്ങ് ഇറങ്ങി പോകാൻ, ജോലി ചെയ്യേണ്ട, വേറെ ഒന്നും അറിയണ്ട. ഇപ്പോൾ ജോലി കിട്ടിയപ്പോൾ എന്തായി? വീട്ടു ജോലിയും മുഴുവൻ ചെയ്യണം, വീട്ടിലും ജോലി ചെയ്യണം, പുറത്തും പോയി ജോലി ചെയ്യണം. സർവത്ര ജോലിയോട് ജോലി. ചില സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിന് വെട്ടി കറി വെക്കുന്ന കാണിച്ചു തരാം കേട്ടോ. കാത്തൂട്ടി അപ്പുറത്ത് കളിയാ. ഇത് രണ്ടും ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് കഴുകിയതാണ്, പക്ഷെ ഒന്ന് ചിട്ടു. ഇതേ നമ്മുടെ പരിചയം. നമുക്ക് കറി വയ്ക്കാം ഗൈസ്. നമ്മുടെ മീൻ കറിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. മത്തി ആകത ഇത്രയേ ഉള്ളൂ. ഈ മീൻ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കറി വയ്ക്കാം, ഇത് നമുക്ക് വറക്കാം. നമ്മൾ ഈ ഉരുളിയിലാണ് കേട്ടോ കറി വയ്ക്കാൻ പോകുന്നത്. ഇനി എന്തൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കറി വയ്ക്കുന്നത് ഒരു പ്രത്യേക സ്റ്റൈലാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിലും ഇങ്ങനെ തന്നെ കറി വയ്ക്കുന്നുണ്ടാവും. എന്നാലും ഇത് ആദ്യമായിട്ടായിരിക്കും ചിലർക്കെങ്കിലും ഇങ്ങനെ ഒരു കറി വയ്ക്കുന്നത് അറിയുന്നത്. തേങ്ങ നന്നായിട്ട് നമ്മളിങ്ങനെ അരച്ച് വറുത്തരച്ച ഒരു കറി. എന്നാൽ നമ്മൾ തേങ്ങ വറക്കുന്നില്ല, അല്ലാതെ തന്നെ വറുത്തരച്ച സ്റ്റൈലിലൊരു കറിയാണ് ഇത് വെക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് അല്ലാതെ ഇങ്ങനെ തേങ്ങ പച്ചയ്ക്ക് അരച്ച് മഞ്ഞ നിറത്തിലുള്ള കറിയില്ലേ, അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് പക്ഷേ ഇങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. അത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കൊച്ചുള്ളി, ഇത്രയുണ്ട് കേട്ടോ. ഒത്തിരി വെളുത്തുള്ളിയൊന്നും വേണ്ട അച്ഛന്. പിന്നെ തന്നെ തേങ്ങ. ഈ തേങ്ങ നമ്മളിനി അരച്ചെടുക്കാൻ പോകണം കേട്ടോ. ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഇപ്പം ഞാനോട്ട് വെച്ചതേ ഉള്ളൂ. ഉരുളി ചൂടാവട്ടെ. അതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി, ഇനി നമ്മൾ 2 ചുവന്നുള്ളി ചേർക്കും കേട്ടോ. പിന്നെ 1 ഗ്ലാസ് വെള്ളം. ഇത്രയും കൂടെ ചേർത്ത് നമ്മളിത് ഓൾറെഡി പുളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള പുളിയെ. ഈ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഐറ്റംസ് എടുക്കാം കേട്ടോ. ഇത് നല്ല മുളക് പൊടി. ഇത് എന്ത് മുളക് പൊടിയാമേ? ചരടം മുളക് 2.5 സ്പൂൺ എടുക്കാം കേട്ടോ. അമ്മയാണ് കേട്ടോ ഇതെല്ലാം വെക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയമ്മേ. അമ്മ കുക്കാണ് ഇതെല്ലാം വെക്കുന്നത് എന്ന് പറയുമെങ്കിലും ഞാനും കൂടി സഹായിക്കും. ഞാനാണ് വെക്കുന്നത്. അമ്മ മുളക് പൊടിയൊക്കെ എടുത്ത് തരുന്നതേ ഉള്ളൂ ഇല്ലേ അമ്മേ? ഇനി മല്ലിപ്പൊടി. ഇതെന്ത് മല്ലിപ്പൊടി ഞാൻ ചോദിക്കുന്നില്ല, സാധാരണ മല്ലിപ്പൊടി 1 സ്പൂണ്. 2.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഈ മുളക് പൊടി പൊടിച്ചുകൊണ്ട് വന്നത് എൻ്റെ ആങ്ങളെയാണ് കേട്ടോ. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി. ചുമ്മാ മുളക് പൊടിച്ചുകൊണ്ട് വന്നത് അച്ഛനാട്ടോ. 1/4 സ്പൂണ് ഉലുവാപ്പൊടി. ഉലുവ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു പണ്ട് കറിയൊക്കെ വെക്കുമ്പോൾ.
നമ്മളിത് അരച്ചു. അപ്പോഴും നമ്മുടെ കേശു ഹരി ഹായ് പറഞ്ഞ കേശുട്ടാ, ഇങ്ങോട്ട് നോക്ക്. കാത്തു ചേച്ചി എവിടെ? കാത്തു ചേച്ചി വിളിച്ചിട്ട് വാ. നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചൂടായിട്ടുണ്ട് ചട്ടി. ഇതായതുകൊണ്ട്, ഈ ചട്ടി ആയതുകൊണ്ട് നല്ലോണം ചൂടാണ് കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. കാലാവസ്ഥ നല്ല മഴ ഇപ്പോഴും നിൽപ്പുണ്ട് കേട്ടോ. നല്ല നാടൻ കറിവേപ്പില. നമ്മുടെ കറിവേപ്പില അമ്മ കണ്ടുപിടിച്ച് പറിച്ചോണ്ട് വന്നതാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ആ 2 മീനേനെ വറക്കാൻ എടുത്ത് വെച്ചു. ഇവിടെ ചട്ടി ചൂടായപ്പോഴത്തേന് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാത്തൂട്ടി. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ മീൻകറിയുടെ വീഡിയോ എല്ലാവരും കാണണം. അമ്മ മീൻകറി വെക്കാൻ പോവാന്ന് പറയും. അമ്മ മീൻകറി വെക്കാൻ പോവാ. അമ്മയാണോ അമ്മൂമ്മയാണോ വെക്കുന്നത്? അമ്മ. അമ്മ. ആ, നമ്മുടെ ചട്ടി ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചട്ടി ചൂടായപ്പോൾ തന്നെ അമ്മ കുക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മുടെ നമ്മൾ നന്നായിട്ട് വഴറ്റണം. ഈ ചട്ടിയാകുമ്പോൾ ചൂട് നല്ലോണം നിൽക്കുമല്ലേ മേ? നല്ലോണം ചൂട് നിൽക്കും. ഇങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞേ. ഹായ്. ഇതാണ് എൻ്റെ അമ്മ, കാത്തൂട്ടിയുടെ അമ്മൂമ്മ. എൻ്റെ മകൾ. ആ, ഇത് വേഗം നമുക്ക് ഇത്തിരി കറിവേപ്പിലയും ഇട്ട് കൊടുക്കട്ടെ. ഇതിങ്ങനെ മൂത്ത് പാതിയാകുമ്പോൾ കറിവേപ്പില. ഇത് അമ്മ നമ്മൾ തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള കറിവേപ്പാണ് അല്ലേ? നമ്മുടെ പറമ്പിൽ നിന്നും അമ്മ ഭൂതക്കണ്ണാടി വെച്ച് കണ്ടുപിടിച്ച് വലിയ ചെറിയൊരു കറിവേപ്പിൽ നിന്ന് 5 തമ്പ് എടുത്തതാണ്. നല്ല ഇതിനൊരു മണമുള്ള മണം വരുന്നുണ്ട് എല്ലാവർക്കും. ആ, നല്ല മണം വരുന്നുണ്ട്. ഉണ്ടോ? ആ ഉള്ളിയാണ് നമ്മൾ എപ്പോഴും മൂപ്പിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ വേണം ഒന്നിച്ചൊന്ന് മൂത്തോളൂ. മൂത്ത് നല്ല ഇതായി വന്ന് കറിവേപ്പില മൂത്ത് ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടി ഇടുക കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റണം. കളർ ഇപ്പം അച്ഛൻ പൊടിപ്പിച്ചുകൊണ്ട് വന്ന മുളക് പൊടി കേട്ടോ. നല്ല സൂപ്പർ മുളക് പൊടിയാണ്. ഇനി നമ്മൾ ആ അരച്ച് വെച്ച തേങ്ങ അങ്ങോട്ട് നമ്മൾ ചേർക്കണം. കണ്ടോ? ഇതിനകത്തോട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിക്കണം. ആ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് മൂപ്പ് നല്ല സൂപ്പറാകണം. ആ അരച്ച അരപ്പ് നമ്മൾ മൂപ്പിച്ച മുളക് മസാലയൊക്കെ ഇല്ലേ അതിനകത്തിലോട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുമായിട്ട് നന്നായിട്ട് ഇത് തേങ്ങ വറുത്തതുപോലെ ആവണം. അല്ലാതെ ഇതേണ്ടി ഇങ്ങനെ മൂത്ത് നന്നായിട്ട് വന്നപ്പോൾ ആ പുളിയും വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഒഴിച്ച് കൊടുത്ത് അതിനകത്ത് കിടന്ന് ഇങ്ങനെ അങ്ങോട്ട് കരകണം. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എണ്ണ തെളിയാനായിട്ട് നമ്മൾ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് എണ്ണ തെളിയണം അതിൻ്റെ പുറത്ത്. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിനൊരു എണ്ണ തെളിയുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അത് തിളച്ച് വരണം. അപ്പം നമ്മൾ ശകലം ഉപ്പിങ്ങനെ വാരി ആവശ്യത്തിനിട്ടാൽ ഇനി നമുക്ക് ആ മീൻ അങ്ങോട്ട് പെറുക്കിയിടാം. പിന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലോണം തിളച്ചത് ഇതായപ്പോൾ നമ്മൾ മീനിനി ഇങ്ങനെ 2ആയിട്ട് കണ്ടിച്ചിട്ടുള്ളൂ കേട്ടോ. മാന്തൽ മീൻ അവിടെ അപ്പുറത്ത് മാമച്ചിയും മക്കളും എല്ലാം കൂടെ കിടന്ന് ബഹളം വെക്കുന്ന അപ്പൂപ്പനൊക്കെ കൂടെ കളിയാണ് അവിടെ. ബാലരമ വായിക്കലോ എന്തൊക്കെയോ. കണ്ടോ? ഒരു പ്രാവശ്യം അവിടെ ഷാർജയിൽ വെച്ചിട്ട് ചേച്ചിമാരൊരിക്കൽ ഇങ്ങനെ ആലപ്പുഴ മീൻകറി ഉണ്ടെങ്കിൽ തന്നെ എന്നോട് പറഞ്ഞു കേട്ടോ. പക്ഷെ അന്ന് കട്ട ഫ്ലോപ്പായിപ്പോയി. വെള്ളത്തിൽ നിന്ന് മീനെ പിടിച്ചെടുക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ശരിയാക്കി കേട്ടോ. ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മളിതിങ്ങനെ കറക്കി അങ്ങോട്ട് വെക്കണം. കറക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴേ ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. മീനിൻ്റെ മണം എത്തിയപ്പോഴേണ്ട അച്ഛൻ ഇങ്ങനെ ഓടി എത്തി. അച്ഛൻ ഇങ്ങോട്ട് നോക്കച്ചാ. അച്ഛനും ഇങ്ങോട്ട് നോക്കി ഹായ് പറ. അച്ഛനും ഈ മീനുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. കാരണം ഈ മീൻ മേടിച്ചു തന്നത് അച്ഛനാണ്.
ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം സെറ്റാക്കി നമ്മൾ ഇത് അടച്ചു വെച്ച് നമ്മൾ വേവിക്കണം. അടച്ചു വെക്കാം. അടച്ചു വെച്ച് വേവിക്കാം. എത്ര സമയം ഇത് വേവിക്കണം അമ്മേ? ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് വന്നാൽ മതി. മീന് വേവില്ലാത്ത ആദ്യം. ഓക്കെ. കളിക്കുന്ന സമയം കൊണ്ട് നമ്മളിതാ ബാക്കി മീനൊക്കെ മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പരിഞ്ഞില് ഉണ്ട്. അടിപൊളി മഴയാണ് മക്കളെ. വെളിയിൽ നല്ല സൂപ്പർ മഴ പെയ്യുന്നുണ്ട്. നമ്മളിത് അടപ്പ് മാറ്റി നോക്കാൻ പോവാണ്. അമ്മ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് തിളച്ച് നല്ല മണം. ഇതിനകത്തൊരു ട്വിസ്റ്റ് കൂടെ ചേർക്കാൻ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് മീൻകറിക്ക്. ആലപ്പുഴ മീൻകറിയുടെ ട്വിസ്റ്റ് കേട്ടോ. ഇനി ഇതെല്ലാം തിളച്ച് നല്ല പരുവായി വരുമ്പോൾ അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഒരു നുള്ളു പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു പെരിഞ്ജീരകപ്പൊടി. സാധാരണ മീൻകറിക്ക് നമ്മൾ അങ്ങനെ കാണാത്ത ഒരു സാധനമാണ് പെരിഞ്ജീരകം. അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വീണ്ടും നമ്മൾ സ്പൂണ് തൊടാനേ പാടില്ല. നമ്മളൊരു മീൻകറി വെച്ചാൽ ഇളക്കരുത്. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കുക. അതപ്പോൾ എല്ലായിടവും പിടിച്ചു കഴിഞ്ഞപ്പോൾ നേണ്ട കണ്ടോ. ഇതിന് ആലപ്പുഴ മീൻകറി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശരിക്കും മുളക് കറിയാണ് നമ്മളിങ്ങനെ മീൻകറിക്ക് സ്പെഷ്യലായിട്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല സൂപ്പറായിരിക്കും. കുഞ്ഞുങ്ങൾക്കും എന്താ ഇങ്ങോട്ട് നോക്കി പറയുമ്പോ ഇത് നമ്മൾ നങ്ക മാന്തൽ നമ്മൾ തേങ്ങ അരച്ച് നല്ലോണം പച്ചയ്ക്ക് അരി വെച്ചാൽ കൊള്ളത്തില്ല. പക്ഷെ അതിനൊരു പ്രത്യേകത. അതേസമയം വറുത്ത് തേങ്ങ മുളകും എല്ലാം വറുത്തങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. നമ്മുടെ കാത്തൂട്ടി സാധാരണ എരിവൊന്നും കഴിക്കാനല്ലോ നിങ്ങൾക്ക് അറിയത്തില്ലേ? നമ്മുടെ കാത്തൂട്ടി വെച്ച് കഴിച്ച് നോക്കിയിട്ട് ഇതിന് റിപ്ലൈ തരണം. ഇത് കാത്തൂട്ടി ഇത് കഴിക്കുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമുക്കറിയാമല്ലോ സാധാരണ കാത്തൂട്ടി ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ. സ്പൂണ് തൊടുവേ വേണ്ട. സ്പൂൺ ഇതിനൊന്നല്ല, ഏത് മീൻ കറിക്കും നമ്മൾ അടുപ്പ് അതിനകത്ത് സ്പൂണ് തൊടരുത്. ഇങ്ങനെ കറക്കിയേ നമ്മൾ ചെയ്യാവൂ. ഇനി ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം നമുക്ക് തുടങ്ങാൻ പോയിട്ടോ. നമ്മൾ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ ഇച്ചിരി കാണിച്ചേ. സൂപ്പർ അല്ലേ? ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് നോക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഞാൻ പറഞ്ഞു അടിപൊളി. ഒരു രക്ഷയില്ല. സൂപ്പർ സൂപ്പർ. അച്ഛൻ ഈ മീൻകറി ഉണ്ടാക്കിയ കൈക്ക് ഒരു സ്വർണ്ണവിള മേടിച്ച് കൊടുക്കുന്നതായിരിക്കും. അച്ഛൻ വേണ്ട വീണ്ടും അച്ഛൻ ടേസ്റ്റ് നോക്കുന്നു. സാധാരണ എല്ലാത്തിനും കുറ്റം പറയുന്നതാണ് കലേശേട്ടൻ പോലെ. ഒരു കരിവളയെങ്കിലും മേടിച്ചു കൊടുക്കാനെന്ന്. സൂപ്പർ സൂപ്പർ സൂപ്പർ.